So good morning. In this topic, we are going to learn about surfaces. Okay, surface എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം what is a surface. So surface means നിങ്ങൾക്കറിയാം two-dimensional ആയിട്ടുള്ള space ആണ് surface. Okay, this is a surface. You can see this is an example of a surface. Plane is an example of a surface. So another we know ഒരു സിലിണ്ടറിന്റെ ഔട്ടർ പോർഷൻ ദിസ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് സർഫസ് പ്ലെയിനിന്റെ ടോപ്പ് is a part of surface. So these are the simple examples of surfaces. അപ്പോൾ ഇങ്ങനെയുള്ള സർഫസസിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്തായിരിക്കും എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So in this topic you will be given some examples of surfaces and the parametric equation of these surfaces. So first example, parametric representation of a cylinder. Okay, ഒരു സിലിണ്ടറിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഓക്കെ, സിലിണ്ടറിന്റെ സർക്കുലർ റേഡിയസ് എ ആയിരിക്കും ആൻഡ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ലെസ് ദാൻ ഈക്വൽ ടു 1. സോ ഈ കംപ്ലീറ്റ് these two equations together form the Cartesian equation of a cylinder. Okay, so whenever you're writing the Cartesian equation of a cylinder, it should be complete. X square plus y square plus equal to a square minus 1 less than equal to z less than equal to 1. Where a radius a and height is from height and z is from -1 to 1. So the height is 2 and along the z axis. Parametric equation. So ഒരു സിലിണ്ടറിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സും വൈയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും? എക്സ് ഈക്വൽ ടു എ കോസ് യു, വൈ ഈക്വൽ ടു എ സൈൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് ഈ നമ്മുടെ ഇക്വേഷൻ സോൾവ് ആവും. സോ എക്സിനും വൈനും സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി. അതേപോലെ നമ്മൾ ഇസഡ് എടുക്കുമ്പോൾ വി ആർ ടേക്കിംഗ് അനദർ പാരാമീറ്റർ വി. എക്സും വൈ എടുക്കുമ്പോൾ യുടെ ടേംസിലും ഇസഡ് എടുക്കുമ്പോൾ വിയുടെ ടേംസിലും. സോ ദ പാരാമെട്രിക് റെപ്രസെന്റേഷൻ ഈസ് ആർ ഓഫ് യു വി is equal to xi cap plus yj cap plus zk cap ആണ്. എക്സിന് വേറെ you will be having a cos u I cap, yക്ക് വേറെ a sin u into j cap plus zന് വേറെ v substitute ചെയ്യുക. So this is the parametric equation of a cylinder. അതേപോലെ ഇവിടെ നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ പറയുമ്പോൾ ഇവിടെ യുയും ബിയുടെ ലിമിറ്റ് എന്താണെന്നോട് മെൻഷൻ ചെയ്യണം. സോ ദ ലിമിറ്റ് ഓഫ് യു ഇസ് ഫ്രം 0 to 2π, ദ ലിമിറ്റ് ഓഫ് വി ഇസ് ഫ്രം -1 to 1. ഇത്ര ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. സോ ഈ ഗ്രാഫിൻ്റെ അകത്ത് തന്നെയാണ് യു ക്യാൻ സി ഇൻ ദ ഗ്രാഫ് ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ സിലിണ്ടർ. സിലിണ്ടർ നമ്മൾ എപ്പോഴും എക്സ് വൈ പ്ലെയിനിലായിരിക്കും പ്ലേസ് ചെയ്യുന്നത് ആൻഡ് സെന്റർ ഓഫ് ദ സിലിണ്ടർ ഇസ് ദ ഒറിജിൻ. ഇസഡിന്റെ ലിമിറ്റ് എഴുതിയേക്കുന്നത് വാല്യൂ ഓഫ് ഇസഡ് ഈസ് ഫ്രം -1 to 1. അപ്പൊ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇസഡ് ഈക്വൽ ടു -1, ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇസഡ് ഈക്വൽ ടു 1 ആണ്. അപ്പൊ ടോട്ടൽ ലെങ്ത് 0 to 1 the length is 1, again 0 to -1 the length is 1. അപ്പൊ total height of the cylinder is 2. Okay, also x square plus y square equal to a square അല്ലേ? അപ്പൊ x square plus y square equal to a square എന്ന് പറയുമ്പോൾ ഈ സർക്കിളിന്റെ ആണ്. That is radius on x square plus y square equal to a square, and this radius will be a. Okay. So next you are having parametric representation of a sphere. So first parametric representation find ചെയ്യണമെങ്കിൽ you must know what is the Cartesian representation of a sphere. So the Cartesian equation എന്ന് പറഞ്ഞാൽ x square plus y square equal to z square equal to a square. Has center 0 and radius a. Okay, this is sphere with the radius a and the center at the origin. Now the parametric representation is the Cartesian equation satisfy ചെയ്യുന്ന ഒരു substitutions ഇതൊക്കെയാണ്. x equal to a cos v cos u, y equal to a cos v sin u, z equal to a sin u. And the limit of u and v. So ഇത്രയും കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. 0 to 2π -π/2 to π/2.
സോ ഇങ്ങനെ ഇതുപോലെ സ്ഫിയറിനാണേലും സിലിണ്ടറിനാണേലും ഒരു പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി മോർ ദൻ വൺ വേസ്, മോർ ദൻ വൺ ആയിരിക്കും. സോ ഹിയർ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റഡി ഓൾ ദിസ് പാരാമെട്രിക് ഇക്വേഷൻ. എന്നാലും ഒരു ഇക്വേഷൻ കാണുമ്പോൾ അത് എന്തിന്റെ ഇക്വേഷൻ ആണെന്ന് മനസ്സിലാവുന്നത്. So another important parametric equation is parametric equation of a cone. So the Cartesian equation of a cone is this: x square plus y square raised to 1 by 2. Z, the value of Z is from 0 to 1. So this is the Cartesian equation of a cone. For the parametric equation is given as x equal to r cos theta, y equal to r sin theta, and z equal to r. Okay, either you have to memorize this: r cos theta I cap plus r sin theta j cap plus r a cap, where the value of r is from 0 to 1, the value of theta is from 0 to 2 pi. So as I said, there can be more than two parameterization. ഈ parameterization നമ്മൾ already discuss ചെയ്തതാണ്. So we are starting with the surface area. Okay, surface area എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഒരു തന്നിരിക്കുന്ന ഒരു സർഫസിന്റെ ഏരിയ ഫൈൻഡ് ചെയ്യണം, right? So the main formula of to find surface area is so to find the surface area, you will be given ഒരു സർഫസ് തന്നിരിക്കും. Okay, so you look at the picture ഒരു സർഫസ് തന്നിട്ടുണ്ട്. സർഫസ് is always given as f of x y z is equal to c. അപ്പോൾ ഈ സർഫസിന്റെ ഷാഡോ നമ്മൾ ഫൈൻഡ് ചെയ്യും. ഷാഡോ is the region. Okay, region r, and it is denoted as r. Shadow of the surface is denoted by r. Now the formula to find surface area is equal to double integral over r modulus of nabla f by modulus of nabla f dot p cap dA. Okay, what is now vector p? Nabla f എന്ന് പറഞ്ഞാൽ gradient of f which is equal to f by dou x I cap plus dou f by dou y j cap plus dou f by dou z k cap. And p cap എന്ന് പറഞ്ഞാൽ unit vector normal to r. അപ്പോൾ ഈ ആറിന് മോസ്റ്റ് ഓഫ് ദ കേസ്, എല്ലാ കേസിലും നമ്മൾ എങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കംപ്ലീറ്റ് ടോപ്പിക്കിൻ്റെ അകത്ത് ഈ ആറുമായിട്ട് നോർമലായിട്ട് വരുന്ന വെക്ടറാണ് പി ക്യാപ്. ഓക്കെ, അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ത്രൂ ഔട്ട് ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു ടേക്ക് ആർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ആർ റീജിയൻ നമ്മൾ അസ്യൂം ചെയ്യുമ്പോഴത്തേക്ക് ഇത് എക്സ് ആക്സിസ് ആയിട്ടും ഇത് വൈ ആക്സിസ് ആയിട്ടുമാണ് എടുക്കുന്നത്. അപ്പം ഇസഡ് ആക്സിസ് ആയിരിക്കും റീജിയനുമായിട്ട് നോർമലായിട്ട് വരുന്നത്. അപ്പോൾ ഇസഡ് ആക്സിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ വെക്ടർ, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന നോർമൽ വെക്ടർ ടു റീജിയൻ ഈസ് അവർ കെ ക്യാപ്. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദ കേസസ് വി ആർ ഈ പി ക്യാപ് എന്ന് പറയുന്ന സംഭവം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് കെ ക്യാപ് ആയിരിക്കണം. And also we have to remember when we are doing this, denominator 0 ആയി കഴിഞ്ഞാൽ you cannot find the surface area. So denominator should always be non-zero. So nabla f dot p should always be non-zero. So let us see the first problem. Find the area of the surface cut from the bottom of the paraboloid x square plus y square minus z is equal to 0 by the plane z equal to 4. So we have to find the area. തന്നിരിക്കുന്ന ഏരിയ തന്നിട്ടുണ്ട്. സോ സർഫസ് ഏരിയ, യു ഹാവ് ടു ഫൈൻഡ് ദ ഏരിയ. യു ആർ ഗിവൺ എ പാരാബോളോയിഡ്. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് വൈ സെഡ് സർഫസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് ദ പാരാബോളോയിഡ്. Paraboloid x square plus y square minus z equal to 1 cut by the plane z equal to 4. Okay, അപ്പോൾ പാരാബോളോയിഡ് എങ്ങനെയാണെന്നുള്ളത്, പാരാബോള എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇറ്റ് ഈസ് ഐദർ. സോ പാരാബോളോയിഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാം. എക്സിൻ്റെ രണ്ട് വേരിയബിളിൻ്റെ പവർ 2യും മൂന്നാമത്തെ വേരിയബിളിൻ്റെ പവർ 1ഉം ആണെങ്കിൽ ദറ്റ് ഈസ് എ പാരാബോളോയിഡ്. മൈനസ് ഈ ഒരു ഫോമിയൽ ഇക്വേഷൻ ആണെങ്കിൽ ദറ്റ് ഈസ് എ പാരാബോളോയിഡ്. സോ ആസ് ഇൻ ദ ഫിഗർ ഇറ്റ് ഈസ് യു ക്യാൻ സീ ദാറ്റ് നമ്മുടെ പാരാബോളോയിഡ് ഈ ഒരു ഫോമിലായിരിക്കണം. ആൻഡ് താഴെ ഇസഡ് ഈക്വൽ ടു 0യും ഏറ്റവും മേളിൽ ഇസഡ് ഈക്വൽ ടു 4 എന്ന് പറയുന്ന പ്ലെയിനുമായിട്ട് കട്ട് ചെയ്തിരിക്കും. ഓക്കെ,
So first you have to identify what is our surface area. Surface നമ്മൾ generally നമുക്ക് F ഐഡൻറ്റിഫൈ ചെയ്യണം, P ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നാലേ നാബ്ല എഫ് നാബ്ല പി പിന്നെ ഷാഡോ ആർ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പം so you have to identify this paraboloid x square plus y square minus z. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഇങ്ങനത്തെ പാരാബോളോയിഡ് തരുവാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നോ വാട്ട് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇസഡിന് പല വാല്യൂസ് പുട്ട് ചെയ്യുമ്പോൾ ദ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? സപ്പോസ് ഇഫ് യു ആർ പുട്ടിങ് ഇസഡ് ഈക്വൽ ടു പല വാല്യൂസ് പുട്ട് ചെയ്യാന്നിരിക്കട്ടെ, z is equal to 0. z equal to 0 ആകുമ്പോൾ x square plus y square എന്തായിരിക്കും? is equal to 0. If you put z equal to 1, x square plus y square is equal to 1. അങ്ങനെ etc. you put z equal to 4. Okay, then x square plus y square equal to 4 വരും. Okay, so what is this x square plus y square equal to 0? x square plus y square equal to 0 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് x axis, y axis, x square plus y square equal to 0 എന്ന് പറയുമ്പോൾ this point, right? ഈ പോയിന്റ് ആണ്. അതേപോലെ x square plus y square equal to 1 എന്ന് പറയുമ്പോൾ 1 എന്ന് പറയുമ്പോൾ that is a circle with radius 1, circle with radius 0, circle with radius 1, and x square plus y square equal to 4 എന്ന് പറയുമ്പോൾ circle with radius 2. Okay, അപ്പോൾ ഇത് 1 ആണെങ്കിൽ 2, that is our this one. Okay, ഇതാണ് ഇത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശരിക്കും 0 to 4 വരെ കണ്ടിന്യൂസ് എല്ലാ പോയിന്റ്സും എടുക്കുവാണെങ്കിൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന എന്തായിരിക്കും? യു വിൽ ബി ഗെറ്റിംഗ് എ പാരാബോള. ഓക്കെ, സോ യു വിൽ ബി ഒബ്റ്റെയിനിങ് എ പാരാബോള ഓഫ് ദിസ് ഫോം. ഓക്കെ, so remember our paraboloid is this, and paraboloid this എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പാരാബോള മേളിലോട്ട് അപ് ടു ഇൻഫിനിറ്റി വരെ ഈ പാരാബോള പോകുന്നുണ്ട്. പക്ഷേ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് മെൻഷൻ ദാറ്റ് ഈ പാരാബോള ഈസ് കട്ട് ബൈ ദ പ്ലെയിൻ ഇസഡ് ഈക്വൽ ടു 4. അതായത് ഇസഡ് ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്ലെയിൻ, ഈ ഒരു പോയിന്റിൽ ഒരു പ്ലെയിൻ ഉണ്ട്, ആൻഡ് ദാറ്റ് പ്ലെയിൻ കട്ട്സ് ദ പാരാബോളോയിഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർഫസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ദിസ് മച്ച്. ദിസ് ഈസ് അവർ സർഫസ്. ശരിക്കും നമ്മുടെ സർഫസ് ഓൺലി ദിസ് മച്ച്. ഓക്കെ, ദിസ് ഈസ് അവർ സർഫസ്. കാരണം അപ്പർ ദ സർഫസ് ഈസ് കട്ട്. അവർ പാരാബോളോയിഡ് എന്ന് പറഞ്ഞാൽ അപ് ടു ഇൻഫിനിറ്റി വരെ വരും, ബട്ട് ഇറ്റ് ഈസ് കട്ട് ബൈ എ പ്ലെയിൻ. സോ ദിസ് ഈസ് അവർ സർഫസ്. ഇതാണ് നമ്മുടെ സർഫസ്. ഈ ഒരു പാരാബോളോയിഡിൻ്റെ വെളിവശമാണ് നമ്മുടെ സർഫസ്. ഇനി ആ സർഫസിൻ്റെ ഏരിയ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത് നമുക്ക്. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദിസ് പാരാബോളോയിഡ് കട്ട് ബൈ ദ പ്ലെയിൻ ഇസഡ് ഈക്വൽ ടു 4. അപ്പം വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ റീജിയൻ ആർ. റീജിയൻ ആർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു സർഫസിൻ്റെ ഷാഡോ എക്സ് വൈ പ്ലെയിനിലുള്ള ഷാഡോ നമ്മൾ നോക്കാമെങ്കിൽ ദിസ് ഇസ് എക്സ് വൈ and this is z. xy plane ഇതിന്റെ ഷാഡോ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ ഷാഡോ. സോ ദിസ് വിൽ ബി what is this shadow? This shadow will be nothing but x square plus y square less than or equal to 4. ഇത് റേഡിയസ് ഇവിടെ 4 ആണ്, ഇവിടെയും 4 ആയിരിക്കും. സോ ദിസ് വിൽ ബി 2, റേഡിയസ് 2 ആണ്. ഓക്കെ, 2 സ്ക്വയർ ഈസ് 4. സോ ദിസ് സർക്കിൾ ആണ് നമ്മുടെ റീജിയൻ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ less than or equal to 4 എന്ന് പറയുന്നതാണ് നമ്മുടെ റീജിയൻ ഹിയർ. ദാറ്റ് വിൽ ബി ദ ഷാഡോ. സോ വി റിക്വയർ ഇത്രയും കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ആദ്യം എഫ് ഓഫ് എക്സ് വൈ സെഡ് ഐഡൻറ്റിഫൈ ചെയ്യും. എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുമ്പോൾ ഇതാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെഡ്. ദാറ്റ് ഈസ് അവർ എഫ് ഓഫ് എക്സ് വൈ സെഡ്. ആൻഡ് ആർ എന്ന് പറയുന്ന റീജിയൻ ഐഡൻറ്റിഫൈ ചെയ്യണം. ആർ എന്ന് പറയുന്ന റീജിയൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഈക്വൽ ടു 4. പിന്നെ പി ഐഡൻറ്റിഫൈ ചെയ്യണം. ത്രൂ ഔട്ട് നമ്മൾ പി എപ്പോഴും കെ ക്യാപ്പ് തന്നെ എടുക്കുന്നത്. കെ ക്യാപ്പ് ഈസ് ദ യൂണിറ്റ് വെക്റ്റർ എലോങ് ദ ഇസഡ് ആക്സിസ്. സോ യൂണിറ്റ് വെക്റ്ററായിട്ട് നോർമൽ യൂണിറ്റ് വെക്റ്ററായിട്ട് എപ്പോഴും എടുക്കാൻ പോകുന്നത് കെ ക്യാപ്പാണ്. സോ ഫസ്റ്റ് ഈ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ വി നോ ദിസ് ഈസ് എ ഫോർമുല. അപ്പോൾ നമുക്കിവിടെ ആദ്യം വേണ്ടത് നാബ്ല എഫ് വേണം, പിന്നെ നാബ്ല എഫ് ഡോട്ട് പി ക്യാപ്പ് വേണം, ആൻഡ് മാഗ്നിറ്റ്യൂഡ് എടുക്കണം, പിന്നെ ഫൈൻഡ് ചെയ്യുക. ഓക്കെ, സോ ആദ്യം എഫ് ഇതാണ്. ദിസ് ഈസ് അവർ എഫ്.
x square plus y square minus z. Nabla f find ചെയ്യുന്നു. Then you are going to find magnitude of nabla f. Magnitude എന്ന് പറയുമ്പോഴത്തേക്ക് coefficient square ചെയ്യുക, add ചെയ്യുക, root എടുക്കുക. Okay, so this is our magnitude of nabla f. ഇനി ഡിനോമിനേറ്ററിൽ നമുക്ക് ആവശ്യമുള്ളത് nabla f dot p cap. p cap എന്ന് പറയുമ്പോൾ നമുക്കറിയാം k cap ആണ്. nabla f dot k cap എന്ന് പറയുമ്പോൾ നമുക്കിവിടെ nabla fന്റെ k capന്റെ coefficient -1 ആയിരുന്നു, റൈറ്റ്? സോ രണ്ടും -1 മാത്രം magnitude of -1, modulus of -1, that is 1 എന്ന് കിട്ടും. Okay, so this is modulus of root താഴെ മോഡുലസും മേളെ നമുക്ക് മാഗ്നിറ്റ്യൂഡും ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫോർമുല ഈസ് സർഫസ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കിട്ടി. ഇനി ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക. സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഡബിൾ ഇൻറ്റഗ്രൽ ഓർ ആർ മാഗ്നിറ്റ്യൂഡ് ഓഫ് nabla f by magnitude of nabla f dot e dA. സോ ഇവിടെ റീജിയൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഈക്വൽ 4 ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ഈസ് ദിസ്. ഡിനോമിനേറ്ററിൽ 1 വന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കുക, അതായത് ഇത് ഇനി ഇൻറ്റിഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇവിടെ എക്സിൻ്റെയും വൈയുടെയും ടേംസിൽ ഇത് ഈ ടേം നമുക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ ഇവിടെ എക്സും വൈയേ ഉള്ളൂ. സ്ക്വയർ നമുക്കറിയാം, സ്ക്വയർ സർക്കിളിൻ്റെ കേസിൽ നമ്മുടെ പാരാമെട്രിക് ഇക്വേഷൻ എങ്ങനെയാണ്? എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് കിട്ടും. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കിടക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദി കേസ് എക്സിൻ്റെ വാല്യൂ ആർ കോസ് തീറ്റ, വൈയുടെ കേസ് ആർ സൈൻ തീറ്റ ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഇത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സോ യു ആർ ഗെറ്റിംഗ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 4y സ്ക്വയർ പ്ലസ് 1. ഇവിടെ എക്സ് ആൻഡ് വൈയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഡി എക്സ് ഇൻറ്റു ഡി വൈ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആർ തീറ്റയുടെ ടേംസിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അതാണ് നമുക്ക് കുറച്ചുകൂടി എളുപ്പം. ആറിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും? നമുക്കറിയാം, നമ്മുടെ ഈ റീജിയൻ ഓവർ ദ റീജിയൻ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ആദ്യം ഇവിടെ ഒന്ന് കംപ്ലീറ്റ് ആറും തീറ്റയുടെയും ടേംസ് നമുക്ക് കംപ്ലീറ്റ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് സിംപ്ലിഫൈ ആയില്ലേ? ഇതിപ്പോൾ ഇത് സിംപ്ലിഫൈഡ് പോകാം. 4 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് 1. ഇനി ഡി എക്സ് ഡി വൈ എന്ന് പറയുമ്പോൾ ഡി എക്സ് എന്ന് പറയുമ്പം എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ് എന്ന് പറയുമ്പോൾ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി തീറ്റ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ഡി വൈനെ നമ്മൾ ആർ ഡി ആർ ഡി തീറ്റയും കൊണ്ട് റിപ്ലേസ് ചെയ്യും. ഓക്കെ, സോ ഇത് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് സെമിസ്റ്ററിൽ പഠിച്ച കാര്യങ്ങളാണ്. ഡി എക്സ് ഡി വൈ ഇസ് റിപ്ലേസ് ബൈ ആർ ഡി ആർ ഡി തീറ്റ. അപ്പോൾ അതിവിടെ റിപ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി? ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഈക്വൽ. നമ്മുടെ റീജിയൻ നമുക്ക് ആർ തീറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം ഈ റീജിയൻ നമുക്കറിയാം. What is graphically this region? It is this region. ഇതാണ് നമ്മുടെ റീജിയൻ. ഇവിടെ ആറും തീറ്റയുടെ വാല്യൂ എങ്ങനെ? ആറെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ആറെന്ന് പറയുമ്പോൾ റേഡിയസ് ആണ്. ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്മോൾ ആറിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 0. ഇവിടെ 0യും ഇവിടെ 2യും ആണ്. സോ ശരി, ദ ലിമിറ്റ് ഓഫ് ആർ വിൽ ബി ഫ്രം 0 to 2 ആൻഡ് ദ ലിമിറ്റ് ഓഫ് ആർ വിൽ ബി ഫ്രം 0 to 2 ആൻഡ് ദെൻ തീറ്റയുടെ ലിമിറ്റ് എങ്ങനെയാണ്? നിങ്ങൾക്കറിയാം, ഈ 0 to 2 ആൻഡ് കംപ്ലീറ്റ് തീറ്റ വിൽ ബി ഫ്രം 0 to 2 pi. So the limit is theta is from 0 to 2 pi. Okay. അപ്പോൾ ഇവിടെ ആറിൻ്റെ ലിമിറ്റ് 0 to 2യും തീറ്റയുടെ ലിമിറ്റ് 0 to 2 pi. ഈ രണ്ട് വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡി എക്സ് ഡി വൈ ഉള്ളിടത്ത് ആർ ഡി ആർ ഡി തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആയിരിക്കും. 4r സ്ക്വയർ പ്ലസ് 1 യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ റൂട്ട് യു ഇൻറ്റു 1/8 ഡി യു ഡി തീറ്റ എന്ന് വന്നു. യൂഷ്വൽ ഇൻറ്റിഗ്രേഷൻ ആണ്. യു റേസ് ടു 1/2 integration. What is u raised to 1/2? u raised to 3/2 by 3/2. Limit from 1 to 17 put ചെയ്യും d theta. upper limit minus lower limit put ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടി. അത് കഴിഞ്ഞ് ഇതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു തീറ്റ. വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ വന്നു. ഇവിടെ കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ 1/12 ഇൻറ്റു 17 ഇൻറ്റു റൂട്ട് 17 മൈനസ് 1 തീറ്റ എന്ന് വരും. തീറ്റയുടെ ലിമിറ്റ് 0 to 2 pi ആയിട്ട് 2 pi minus 0 എന്ന് പറഞ്ഞു. ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക. സോ യു വിൽ ബി ഗെറ്റിംഗ് ദിസ്. Now second problem, find the area of the cap
cut from the hemisphere x square plus y square plus z square equal to 2, z greater than or equal to 0 by the cylinder x square plus y square equal to 1. അപ്പം തന്നിരിക്കുന്ന ഫിഗർ കറക്റ്റ് ആയിട്ട് നോക്കാം. സോ നമ്മുടെ ആദ്യം സർഫസ് എന്താണെന്ന് നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഹോൾ സ്ഫിയർ ആണ്. മൊത്തം കംപ്ലീറ്റ് സ്ഫിയർ വരും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 2. പക്ഷേ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇസഡ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2. അതായത് ഇസഡ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 0 എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പർ ഹെമിസ്ഫിയർ മാത്രം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു മുട്ടയുടെ അപ്പർ ഷെല്ല് മാത്രം. Now ഈ ഒരു ഷെല്ല് ഈസ് കട്ട് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ ഈ ഷെല്ലിനെ നമ്മൾ ശരിക്കും നമുക്കറിയാം ഇത് √2 ആണ് അല്ലേ. നമുക്കറിയാം ഈ ഒരു സ്ഫിയറിൻ്റെ അറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2, റൈറ്റ്. √2 അല്ലേ. അപ്പോൾ റേഡിയസ് എന്താണ്? ദിസ് ലെങ്ത് വിൽ ബി √2. ദിസ് പർട്ടിക്കുലർ distance from the origin എന്തായിരിക്കും? √2 ആണ്, റൈറ്റ്. This from the origin will be √2 and this is cut by √2 എന്ന് പറയുമ്പോൾ ഏകദേശം എങ്ങനെ 1.7 സംതിങ് ആണ്. This particular surface is cut by the x square plus y square equal to 1. What is x square plus y square equal to 1? x square plus y square equal to 1 എന്ന് പറഞ്ഞാൽ so തന്നിരിക്കുന്നത് എന്താണ്? ദിസ് പർട്ടിക്കുലർ സ്ഫിയർ ഇസ് കട്ട് ബൈ എ സിലിണ്ടർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഇതൊരു ഇക്വേഷൻ ഓഫ് സർക്കുലർ, റൈറ്റ്. സിലിണ്ടർ ഇസഡിനെ കുറിച്ചൊന്നും തന്നിട്ടില്ലെങ്കിൽ ഇറ്റ് മീൻസ് ഇസഡ് ടേക്സ് ഓൾ ദ വാല്യൂസ്. ഈ സിലിണ്ടർ ആദ്യം നമുക്ക് വരയ്ക്കാം. എന്താണ് സിലിണ്ടർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ 0 സെൻറ്റേർഡ് അറ്റ് 0 ആൻഡ് റേഡിയസ് 1. ഓക്കെ, റേഡിയസ് 1 ഈ സർക്കിളാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1. ഇനി സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഈ സർക്കിളിനെ നമ്മൾ ത്രൂ ഔട്ട് ഇസഡിനെ കുറിച്ച് ഒന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് ത്രൂ ഔട്ട് ഇസഡ് നമ്മൾ ഇതിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എ സിലിണ്ടർ, റൈറ്റ്. സോ ദിസ് ഈസ് അവർ സിലിണ്ടർ. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സിലിണ്ടർ ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് അവർ സിലിണ്ടർ. അപ്പോൾ ഈ സിലിണ്ടറും സ്ഫിയറും തമ്മിലുള്ള ഈ സിലിണ്ടർ ഈ സ്ഫിയറിനെ കട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോയിന്റിലാണ് കട്ട് ചെയ്യുന്നത്, റൈറ്റ്. അറ്റ് ദിസ് പോയിന്റ് actually the cylinder cuts the sphere. സോ ശരിക്കും ഉദ്ദേശിക്കുന്ന ആ ഒരു ഏരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് മാത്രമേ സിലിണ്ടർ സ്ഫിയറിനെ ടച്ച് ചെയ്യുന്നുള്ളൂ. അറ്റ് ദിസ് പോയിന്റ് ഇറ്റ് കട്ട്സ്. സോ ബേസിക്കലി ദിസ് പർട്ടിക്കുലർ സർഫസ്, സോ യു ഹാവ് ടു ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദിസ് സർഫസ്. ഈ ഒരു സർഫസ് ആണ്, ഈ ഒരു സർഫസിന്റെ സർഫസ് ഏരിയ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. യു ഹാവ് ടു ഫൈൻഡ് ദിസ് ഇസ് ദ പോർഷൻ വെയർ അപ്പൊ ഈ ഒരു ശരിക്കും പറയാം ഈ ഒരു സ്ഫിയറിന്റെ ഈ ഒരു പോർഷന്റെ സർഫസ് ഏരിയ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, so you have to find the surface area of this portion. And we know what is the shadow of this portion. This is our surface area. ഇതാണ് നമ്മുടെ F എന്ന് പറയുന്നത്. Okay, this is our F. And R എന്തായിരിക്കും? What is R? R is the shadow region. Okay, shadow ഈ ഒരു സർഫസിന്റെ ഷാഡോ എന്ന് പറഞ്ഞാൽ ഇതാണ്. So this is our R. This is our R, this is our F. And what is the equation of this R? R and the equation endana? The equation of this R is x square plus y square less than or equal to 1.
Okay. What is the substitution? X equal to r cos theta, y equal to r sin theta, and r in the range from 0 to 1, and theta is always from 0 to 2 pi. Okay, and dx dy uണ്ടെങ്കിൽ you'll be replacing by dx dy will be replaced by r dr d theta. So ആദ്യം നമ്മൾ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് വൈ ഐഡൻറ്റിഫൈ ചെയ്തു. എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. അതിൻ്റെ ഷാഡോ ഐഡൻറ്റിഫൈ ചെയ്തു. ഷാഡോ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഈക്വൽ ടു 1 ആണ്. പി, ഈ 3 കാര്യങ്ങൾ നമുക്ക് വേണം, എന്നാലേ നമുക്ക് നമ്മുടെ സർഫസ് ഏരിയയുടെ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പി ക്യാപ്പ് എപ്പോഴും കെ ക്യാപ്പ് തന്നെയാണ്. ഓക്കെ, നൗ ഫസ്റ്റ് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഡെൽ എഫ് ഫൈൻഡ് ചെയ്യണം. ഡെൽ എഫ് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ ക്യാപ്, ഡോ എഫ് ബൈ ഡോ വൈ ജെ ക്യാപ്, ഡോ എഫ് ബൈ ഡോ ഇസഡ് കെ ക്യാപ്. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ചെയ്തു. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ചെയ്യുക. കൊഫീഷ്യൻ ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ്പിൻ്റെ കൊഫീഷ്യൻ്റെ സ്ക്വയർ ചെയ്യുക, സം ചെയ്യുക, റൂട്ട് ഫൈൻഡ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ റൂട്ട് 2 എന്ന് വരും. ആൻഡ് ഡിനോമിനേറ്റർ മോഡുലസ് ഓഫ് നാബ്ല എഫ് ഡോട്ട് പി ക്യാപ്പ് എന്ന് വന്നു. ദറ്റ് ഈസ് മോഡുലസ് ഓഫ് നാബ്ല എഫ് ഡോട്ട് കെ ക്യാപ്പ്. ദിസ് ഈസ് ഈക്വൽ ടു 2z. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. നൗ യു ക്യാൻ അപ്ലൈ ദ സർഫസ് ഏരിയ ഫോർമുല. സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ, ദിസ് ഈസ് ദ ഫോർമുല ഡി എ. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ആർ. നമുക്കറിയാം, ഫൈൻഡ് ഔട്ട് ചെയ്ത വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിമ്പിൾ ഫോം ആയിട്ട് റൂട്ട് ടു ഇൻ്റഗ്രൽ ഓവർ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എക്സ് ഡി വൈ ബൈ ഇസഡ്. ഓക്കെ, സോ ഒന്നിൽ ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് ഇസഡിൻ്റെ വാല്യൂ എന്താ നമുക്കിവിടെ അറിയാം, ഡി എക്സ് ഡി വൈ ബൈ ഇസഡ് ആണ്. അപ്പോൾ ഇസഡ് ഇവിടെ നമുക്ക് നമ്മുടെ ഇൻറ്റിഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ ആണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇസഡ് വരുമ്പോൾ ഇസഡിനെ നമുക്ക് എക്സും വൈയിലേക്കും കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റിനിൽ നിന്ന് അറിയാവുന്ന ഇക്വേഷൻ എന്താ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇസഡിൻ്റെ വാല്യൂ എന്താ, റൂട്ട് ഓഫ് എക്സ് 2 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടി. സർഫസ് ഏരിയ ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എക്സ് റൂട്ട് ഓഫ് 2 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ, റീജിയൻ എന്താണെന്ന് നമുക്കറിയാം. റീജിയൻ ഈസ് അവർ ഷാഡോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഈക്വൽ ടു ഇവിടെ 1 ആണ്. ദിസ് ഈസ് 1, പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക്, യു ഹാവ് ടു പുട്ട് 1. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് റീജിയൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആറും തീറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സിംപ്ലിഫൈ ആവും. സോ യു പുട്ട് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. അതേപോലെ ഡി എക്സ് ഡി വൈ ഉള്ളിടത്ത് ആർ ഡി തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ഇതിൻ്റെ അകത്തെ ഇൻറ്റഗ്രൻസ് എല്ലാം എക്സും വൈയിലോ കിടക്കുന്നത്, അതിനെ നമ്മൾ ആർ തീറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോം കിട്ടും. ഓക്കെ, നൗ യു ആർ ഗെറ്റിംഗ്, ഇനി ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ, സർഫസ് ഇൻറ്റഗ്രൽ ഈസ് ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു ഇവിടെ റൂട്ട് ഈ ഒരു ഫോമിലേക്ക് കിട്ടും. ഓക്കെ, ആറിൻ്റെ വാല്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആർ ഇസ് ഫ്രം 0 to 1, തീറ്റ ഇസ് ഫ്രം 0 to 2 pi, സോ ദീസ് വാല്യൂസ് വരും. അപ്പോൾ ഇതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അഗെയിൻ നമുക്കറിയാം ആർ ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ആർ സ്ക്വയർ. ഇതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം 1 മൈനസ് ആർ സ്ക്വയറിനെ ന്യൂമറേറ്ററിലേക്ക് എടുത്തു. 1 മൈനസ് ആർ സ്ക്വയർ ടു ദ പവർ റൂട്ട് അല്ലേ, റൂട്ട് എന്ന് പറയുമ്പോൾ 1/2 ആണ്. ഞങ്ങൾ ഒരു മൈനസ് 1/2 വന്നു ഇൻറ്റു 2r ഡി ആർ ഡി തീറ്റ ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇവിടെ അഗെയിൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 1 മൈനസ് ആർ സ്ക്വയറിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2r ഡി തീറ്റയ്ക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടും. സോ യു ക്യാൻ സോൾവ് ദിസ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ലിമിറ്റ് ഈസ് ഫ്രം 0 to 1 d theta. This is equal to root 2 into integral 0 to 2 pi root. ഇതിനി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട് 2 മൈനസ് 1 എന്ന് കിട്ടും. ആൻഡ് എഗെയിൻ ഇതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് റൂട്ട് 2 മൈനസ് 1 റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 മൈനസ് 1 അതേപോലെ തന്നെ കിടക്കും ഇൻറ്റു 2 പൈ എന്ന് വരും. അപ്പോൾ റൂട്ട് 2 നമ്മൾ അകത്തോട്ട് എടുക്കുമ്പോഴത്തേക്ക് യു വിൽ ബി ഗെറ്റിംഗ് 2 റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 2.
root 2 into 1 root 2. So 2 pi into 2 minus root 2 and root 2. So this is the surface area. So next we are having the topic surface area of a parameterized surface. അതായത് തന്നിരിക്കുന്ന സർഫസിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ how will you find the surface area? So parametric equation എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, consider a surface as whose parametric equation will be given in this form. R of uv യുടെ ഫോമിലായിരിക്കും this is equal to x of uv I cap plus y of uv j cap plus z of uv k cap. uനും vക്കും ലിമിറ്റ്സും തന്നിരിക്കും. Okay, so first the formula is like this. ഏരിയ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏരിയ സർഫസ് ഏരിയ എ ഈക്വൽ ടു ഇൻ്റഗ്രൽ സി ടു ഡി ഇൻ്റഗ്രൽ ബി ടു എ ടു ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ യു ക്രോസ് ആർ വി. അതായത് ആർ എന്ന് പറഞ്ഞാൽ അറിയാം പാരാമെട്രിക് ഇക്വേഷൻ ആണ്. അപ്പോൾ ആർ യു എന്ന് പറയുമ്പം ആർ യു ഈസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു യു. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം വിത്ത് റെസ്പെക്ട് ടു യു ഫൈൻഡ് ചെയ്യുക. ആർ വി എന്ന് പറയുമ്പം പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു വി. ഓക്കെ, തന്നിരിക്കുന്ന പാരാമെട്രിക് ഇക്വേഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുക. രണ്ടും വെക്ടേഴ്സ് ആയിരിക്കും. അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ചെയ്യുക. ഓക്കെ, ആൻഡ് യുവിൻ്റെയും വിയുടെ ലിമിറ്റ്സ് ആണ് ഇവിടെ. യുടെ ലിമിറ്റ് എ ടു ബി, വിയുടെ ലിമിറ്റ് സി ടു ഡി. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി നമ്മുടെ ആ ഒരു എക്സ്പ്രഷൻ്റെ അകത്ത് തന്നെ ഫൈൻഡ് ചെയ്യുന്നത്. യു വി എന്ന് പറയുമ്പോൾ എപ്പോഴും യുവും വിയുടെ ടേംസ് തന്നെ കിടക്കണം നിർബന്ധമൊന്നുമില്ല. ചില കേസിൽ ആർ തീറ്റ യുവിന് പകരം ആർ ആയിരിക്കും, തീറ്റ വിക്ക് പകരം തീറ്റ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫോർമുല. യു ഹാവ് ടു ദിസ് പർട്ടിക്കുലർ ഫോർമുല ടു ഫൈൻഡ് ഏരിയ ഓഫ് എ parameterized parameterized surface. Okay, so find the surface area of the cone. Okay, അപ്പോൾ ഇവിടെ പാരാമെട്രൈസ്ഡ് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. z ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇസഡിൻ്റെ ലിമിറ്റ് ഇങ്ങനെ തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പാരാമെട്രൈസ്ഡ് ഇക്വേഷൻ ഓഫ് എ കോൺ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞതാണ്. ആർ ഓഫ് ആർ തീറ്റ ഈക്വൽ ടു ആർ കോസ് തീറ്റ ഐ ക്യാപ് പ്ലസ് ആർ സൈൻ തീറ്റ ജെ ക്യാപ് പ്ലസ് ആർ കെ ക്യാപ്. ആറിൻ്റെ ലിമിറ്റ് 0 to 1, തീറ്റയുടെ ലിമിറ്റ് 0 to 2 pi. സോ വെനവർ യു ആർ മെമ്മറൈസിങ് ദ പാരാമെട്രിക് ഇക്വേഷൻ എപ്പോഴും ആറും തീറ്റയുടെ ലിമിറ്റൂടെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം, എന്നാലേ ആ ഇക്വേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. സോ റിമെമ്പർ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഇവിടത്തെ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ, ഇവിടെ ഉള്ള ഒരു ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ, സോ സപ്പോസ് if you have to apply the formula here, then the formula ഈ ഒരു ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഫോർമുലയ്ക്കകത്ത് നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ആർ യു ഫൈൻഡ് ചെയ്യണം, ആർ വി ഫൈൻഡ് ചെയ്യണം. ആർ എന്ന് പറഞ്ഞാൽ പാരാമെട്രിക് ഇക്വേഷൻ. സോ ദിസ് ഈസ് അവർ ആർ. ഓക്കെ, വെക്ടർ ആർ. ഇനിയും ആർ യുവിന് വേറെ ഇവിടെ ആർ ആർ ഫൈൻഡ് ചെയ്യണം, അതേപോലെ ആർ ബിക്ക് വേറെ ആർ തീറ്റ ഫൈൻഡ് ചെയ്യുക. സോ ആർ എന്ന് പറയുമ്പോൾ ഡോ ആർ ബൈ ഡോ സ്മോൾ ആർ. ഇത് വെക്ടർ ആർ ആണ്, ഇത് ഓർഡിനറി ആർ. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ആർ ചെയ്യുക. അതേപോലെ ആർ തീറ്റ എന്ന് പറയുമ്പോൾ യു ഹാവ് ടു ഡു പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു തീറ്റ. ഇനി ആർ ആർ ക്രോസ് ആർ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്കറിയാം രണ്ട് വെക്ടേഴ്സ് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ്. ഫസ്റ്റ് റോയിൽ ആർ ആറിൻ്റെ കൊഫീഷ്യൻസ്, സെക്കൻഡ് റോയിൽ ആർ തീറ്റയുടെ കൊഫീഷ്യൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Then you have to find the determinant I cap into. Okay, you have to determinant find here. Determinant find ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. If you are having any doubt how to എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് മീ. ഓക്കെ, ഇനി ഈ വെക്ടർ ഫൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ചെയ്യുക. മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് ഐ ക്യാപ്പിൻ്റെ കൊഫീഷ്യൻ സ്ക്വയർ പ്ലസ് ജെ ക്യാപ്പിൻ്റെ കൊഫീഷ്യൻ്റെ സ്ക്വയർ ആഡ് ചെയ്യും പ്ലസ് കെ ക്യാപ്പിൻ്റെ കൊഫീഷ്യൻ സ്ക്വയർ ആഡ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ 1 ആയ റൂട്ട് ഓഫ് 2 ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ പ്ലസ് 2 ആർ സ്ക്വയർ എന്നിട്ട് റൂട്ട് ഓഫ് 2 ഇൻറ്റു ആർ. സോ ഇത് നമ്മുടെ കണ്ടൻറ്റ് ഇൻറ്റഗ്രൻ്റ് ആണ്, റൂട്ട് 2 ഇൻറ്റു ആർ. ഇനി ബാക്കി നമുക്ക് ആറും തീറ്റയുടെ വാല്യൂ ഓൾറെഡി പാരാമെട്രിക് ഇക്വേഷനിൽ നിന്ന് തന്നെ ആയിട്ട് 0 to 1 0 to 2 pi അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0 to 1 0 to 2 pi. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 integral of root 2 r എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ ബൈ 2 0 to 1 d തീറ്റ റൂട്ട് 2 ബൈ 2
integral 0 to 2 pi d theta and കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ തീറ്റ വരും. തീറ്റ എന്ന് പറയുമ്പോൾ √2 എന്ത് കിട്ടി, 1/√2 എന്ന് വന്നു ഇവിടെ. 1/√2 ഇൻറ്റു 2 pi - 0 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു pi√2 എന്ന് കിട്ടും ഫൈനലി. ഓക്കെ. So next question, find the area of the portion of the plane y plus 2z equal to 2 under the cylinder x square plus y square equal to 1. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, എവിടെയെങ്കിലും x square plus y square equal to 1 എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ എക്സിൻ്റെയും വൈയുടെയും സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരിക്കും, r cos theta r sin theta. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് അല്ല. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ഇനി ഇസഡോട് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയാലേ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഈ ഇസഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്ലെയിനിൻ്റെ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് ഇസഡ് ഫൈൻഡ് ചെയ്യും. വൈക്ക് ആർ സൈൻ തീറ്റ പുട്ട് ചെയ്യുക, എക്സിന് ആർ കോസ് തീറ്റ പുട്ട് ചെയ്യുമ്പോൾ ഇസഡിൻ്റെ വാല്യൂ എന്താണോ ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഇസഡ്. സോ ഇങ്ങനെ വൈക്ക് ആർ സൈൻ തീറ്റ പുട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇസഡിൻ്റെ വാല്യൂ എന്ത് കിട്ടും, 1/2 ഇൻറ്റു 2 മൈനസ് ആർ സൈൻ തീറ്റ എന്ന് കിട്ടും. സോ നമുക്ക് ആവശ്യമുള്ള പാരാമെട്രിക് ഇക്വേഷൻ എങ്ങനെയാണ്, ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ, ആർ കോസ് തീറ്റ അയക്കുക, ആർ സൈൻ തീറ്റ ജയിക്കുക, ആൻഡ് ഇസഡ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 2 മൈനസ് ആർ സൈൻ തീറ്റ. ഓക്കെ, ഇത് കംപ്ലീറ്റാണ്. അതേപോലെ നമ്മുടെ ആറിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 to 1, തീറ്റ ഇസ് ഫ്രം 0 to 2 pi. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ആദ്യം ആർ ഫൈൻഡ് ചെയ്യും, ഡോ ആർ ബൈ ഡോ ആർ. ദിസ് ഈസ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ ഫൈൻഡ് ചെയ്യുക, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഫൈൻഡ് ചെയ്യണം, എന്നിട്ട് രണ്ടിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യുക. രണ്ടിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യുമ്പോൾ ഒരു വെക്റ്റർ കിട്ടി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് കൊഫീഷ്യൻ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക ഇടയ്ക്ക്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു √5/2r. ഇനി ഇത് നമ്മുടെ ഫോമിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 2 pi 0 to 1 magnitude of this dr d theta. This is equal to √5/2r dr d theta. ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, r മാത്രമേ ഉള്ളൂ. അപ്പോൾ ആറിൻ്റെ ഇൻറ്റിഗ്രേഷൻ r²/2, അപ്പർ ലിമിറ്റ് 0 1, ലോ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് മൈനസ് ലോ ലിമിറ്റ് കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഫോം കിട്ടും, √5/4 എന്ന് കിട്ടി സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ ലിമിറ്റ് ഇൻറ്റഗ്രൽ 0 to 2 pi d theta. ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 pi - 0 എന്ന് വരും, √5/4 ഇൻറ്റു you will be getting 2 pi. Simplify ചെയ്യുമ്പോൾ you will be getting this answer. Okay. So next is find the surface area of the portion of the cylinder x square plus y square is equal to 1 between the planes z equal to 1 z equal to 4. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെയെങ്കിലും നമുക്ക് സിലിണ്ടർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിടക്കുകയാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇഫ് യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻറ്റു എ പാരാമെട്രിക് ഇക്വേഷൻ, എക്സിൻ്റെയും വൈയുടെയും സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റയാണ്. ഇസഡിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഈ ബാക്കി തന്നിരിക്കുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് ഇസഡിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഫൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് നമുക്കറിയാം, എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. എക്സിൻ്റെ ഇവിടെ ഇപ്പം നമുക്കറിയാം ആർ കോസ് തീറ്റ അല്ല ഇവിടെ ഇപ്പോൾ വരിക, എങ്ങനെയാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. സോ ഇവിടെ ഇപ്പം നമ്മൾ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് പുട്ട് ചെയ്യുമ്പോൾ എക്സും വൈയും കിട്ടുന്നുണ്ട്. പക്ഷേ ഇസഡ് നമുക്ക് ഇവിടെ അങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് കിട്ടുന്നില്ല, ഇസഡ് ഈക്വൽ ടു 1 ഇസഡ് ഈക്വൽ ടു 4 എന്ന് കിടക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ആറ് നമ്മൾ റിമൂവ് ചെയ്യുക. അതുകൊണ്ട് കാരണം ഇവിടെ ഇസഡിൻ്റെ ലിമിറ്റ് 0 to ഒരു ഇസഡിൻ്റെ വാല്യൂ നമുക്കൊരു ഇക്വേഷനായിട്ട് കിട്ടുമായിരുന്നെങ്കിൽ ആ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ ഇക്വേഷൻ ഇസഡിൻ്റെ വാല്യൂ 1 ആൻഡ് ഇസഡ് ഈക്വൽ ടു 4 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എക്സിനെ കോസ് തീറ്റ എന്ന് എടുക്കും, വൈനെ സൈൻ തീറ്റ എന്ന് കൊടുക്കും. ഓക്കെ, എക്സ് കോസ് തീറ്റ, വൈ സൈൻ തീറ്റ. ഇനി ഇസഡിന് പകരം നമ്മൾ വേറൊരു വേരിയബിൾ വി എന്ന് എടുക്കുന്നു. ഇപ്പോൾ തീറ്റ ആണെങ്കിൽ ആറെന്ന് എടുക്കാം, ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ യുയും വി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പോലെ തന്നെ എടുക്കാം. നമുക്ക് കോസ് യു കോസ് തീറ്റ എടുത്താലും കുഴപ്പമൊന്നുമില്ല, വിക്ക് വേറെ ആറ് എടുത്താലും ഒരു കുഴപ്പമില്ല. സോ ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ചെയ്തേക്കുന്ന പോലെ തന്നെ ചെയ്യാം. കോസ് യു ഐ കെ പ്ലസ് സൈൻ യു ജെ കെ പ്ലസ് നമുക്ക് വേറെ അടുത്ത വേരിയബിൾ എടുക്കണം, ദറ്റ് ഈസ് വി കെ കെ. ആൻഡ് വിയുടെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 to 4 ആണ്. വിയുടെ ലിമിറ്റ് ഈസ് ഫ്രം 1 to 4. വി എന്ന് പറഞ്ഞാൽ ഇസഡിന് പകരം വി ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇസഡ് ഈസ് ഫ്രം 1 to 4, സോ വി ഈസ് ഓൾസോ ഫ്രം 1 to 4. അതേപോലെ ഇതൊരു സർക്കിൾ ആയതുകൊണ്ട് എക്സിൻ്റെയും വൈയുടെയും ലിമിറ്റ് നമുക്കറിയാം യുടെ ടേംസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ യു വിൽ ബി ഫ്രം 0 to
2π ആയിരിക്കും സർക്കിൾ ആയതുകൊണ്ട്. ആംഗിൾ അല്ലേ, ആംഗിൾ ഈസ് 0 to 2π. ഇനി അപ്പോൾ ഈ പാരാമെട്രിക് ഇക്വേഷൻ കംപ്ലീറ്റ് ആയെങ്കിൽ യു വിൽ ബി ഫൈൻഡിങ് ആർ യു, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു യു ഫൈൻഡ് ചെയ്യണം, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു വി ഫൈൻഡ് ചെയ്യാം, രണ്ടിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യണം, ഇങ്ങനെ കിട്ടും. മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ചെയ്യുക, യു വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് ദിസ്. ദെൻ ഏരിയ ഫൈൻഡ് ചെയ്യണം, ഏരിയ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 to 4 1 0 to 2π. ദിസ് ഇസ് ദ ഫോർമുല. അപ്പോൾ അറിയാവുന്ന ഫോർമുല എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിപ്പം 1 ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. യു ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഡി യു വിത്ത് റെസ്പെക്ട് ടു ഡി യു ചെയ്യുമ്പോൾ യു കിട്ടും, ലിമിറ്റ് പുട്ട് ചെയ്യുക 2π - 0, ആൻഡ് വിത്ത് റെസ്പെക്ട് ടു വി ചെയ്യുമ്പോൾ വി കിട്ടി. സോ പുട്ടിങ് ദ ലിമിറ്റ് ഫൈനലി യു വിൽ ബി ഗെറ്റിംഗ് 6π എന്ന് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ സർഫസ് ഏരിയ ഓഫ് എ പാരാമെട്രൈസ്ഡ് സർഫസ് ഫൈൻഡ് ചെയ്യുക.